മോണോഹൈഡ്രിക് ആൽക്കഹോൾസിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റി പഠിക്കാം. എന്താണ് മോണോഹൈഡ്രിക് ആൽക്കഹോൾസ്? അതെ, നമ്മൾ പഠിച്ചിരുന്നു. മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് ആർ ദ ആൽക്കഹോൾസ് which are having only one OH group which is attached to one carbon atom. ഒരു OH ഗ്രൂപ്പ് ഉള്ള ആൽക്കഹോളുകളെയാണ് മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇത്തരത്തിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ഈ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ഏത് ഹൈബ്രിഡൈസേഷനിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മോണോഹൈഡ്രിക് ആൽക്കഹോളിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ആദ്യത്തേത് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് CsP3OH ബോണ്ട്, അതായത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ മോണോഹൈഡ്രിക് ആൽക്കഹോളുകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ആൽക്കഹോൾസ്. എന്താണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ആൽക്കഹോൾസ്? ഇതിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രൈമറി, സെക്കൻഡറി ഓർ ടേർഷ്യറി കാർബൺ ആറ്റം ഓഫ് ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്. ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലെ പ്രൈമറി കാർബൺ ആറ്റത്തിനോടാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി ആൽക്കഹോൾ എന്നും, സെക്കൻഡറി കാർബൺ ആറ്റത്തിലേക്കാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവയെ സെക്കൻഡറി ആൽക്കഹോൾ എന്നും, ടേർഷ്യറി കാർബൺ ആറ്റത്തിലേക്കാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവയെ ടേർഷ്യറി ആൽക്കഹോൾ എന്നും വിളിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടുത്തെ എക്സാമ്പിളിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കാർബൺ പ്രൈമറി ആണ്. എന്താണ് പ്രൈമറി കാർബൺ എന്ന് വിളിക്കാനുള്ള കാരണം? ഇവിടെ ഈ കാർബൺ ആറ്റം മറ്റൊരു കാർബൺ ആറ്റവുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ മറ്റൊരു കാർബൺ ആറ്റവുമായിട്ട് മാത്രം ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതിനാൽ ഇതിനെ പ്രൈമറി ആൽക്കഹോൾ എന്ന് വിളിക്കാം. രണ്ടാമത്തെ കേസിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ മറ്റ് രണ്ട് കാർബൺ ആറ്റംസ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവയെ സെക്കൻഡറി ആൽക്കഹോൾസ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തേതിൽ നോക്കൂ, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലിരിക്കുന്ന കാർബൺ മൂന്ന് ഡിഫറെൻറ്റ് കാർബൺ ആറ്റംസിനോട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതിനാൽ ഇവയെ ടേർഷ്യറി കാർബൺ എന്ന് വിളിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ടേർഷ്യറി ആൽക്കഹോൾസ് എന്ന് വിളിക്കാം. അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കുന്നു. അടുത്ത ക്ലാസിഫിക്കേഷനാണ് അല്ലിലിക് ആൽക്കഹോൾസ്. എന്താണ് അല്ലിലിക് ആൽക്കഹോൾസ്? ഇൻ ദിസ് കൈൻഡ് ഓഫ് ആൽക്കഹോൾസ് the OH group is attached to an sp3 hybridized carbon which is next to a carbon-carbon double bond. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലുള്ള കാർബൺ ഒരു കാർബൺ ഡബിൾ ബോണ്ട് നെക്സ്റ്റ് പൊസിഷനിലാണ് ഓക്യുപ്പൈ ചെയ്യുന്നത് എങ്കിൽ അത്തരം ആൽക്കഹോളുകളെയാണ് അല്ലിലിക് ആൽക്കഹോൾസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലിലിക് കാർബൺ. ഇവിടെ നോക്കൂ, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ മറ്റ് ഒരു കാർബൺ ആറ്റവുമായിട്ട് മാത്രമേ ഡയറക്റ്റ്ലി ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളൂ. അതിനാൽ ഇതിനെ നമുക്ക് പ്രൈമറി അല്ലിലിക് ആൽക്കഹോൾസ് എന്ന് വിളിക്കാം. അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഒരു കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ അല്ലെങ്കിൽ അല്ലിലിക് കാർബണിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അല്ലിലിക് ആൽക്കഹോളാണ്. ഇവിടെ കാർബൺ ആറ്റം രണ്ട് വ്യത്യസ്ത കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതിനാൽ ഇതൊരു സെക്കൻഡറി അല്ലിലിക് ആൽക്കഹോളാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ബോണ്ട് അല്ലെങ്കിൽ മറ്റ് മൂന്ന് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതിനാൽ ഇവയെ ടേർഷ്യറി അല്ലിലിക് ആൽക്കഹോൾ എന്ന് വിളിക്കാം. അടുത്ത ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ബെൻസിലിക് ആൽക്കഹോൾസ് ആണ്. എന്താണ് ബെൻസിലിക് ആൽക്കഹോൾസ്? These are the alcohols in which OH group is attached to an sp3 hybridized carbon which is next to a benzene ring. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റം ഒരു ബെൻസീൻ റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ആരോമാറ്റിക് റിങ്ങിൻ്റെ തൊട്ടടുത്ത പൊസിഷനിലാണെങ്കിൽ അത്തരം ആൽക്കഹോളുകളെയാണ് ബെൻസിലിക് ആൽക്കഹോൾസ് എന്ന് വിളിക്കുന്നത്. ഇവിടെയും OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആണ്. അത് ഒരു ആരോമാറ്റിക് റിങ്ങിലേക്ക് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ഒരു കാർബൺ ആറ്റത്തോട് മാത്രമേ ഡയറക്റ്റ്ലി ബോണ്ട് ചെയ്തിട്ടുള്ളൂ, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവയെ പ്രൈമറി ബെൻസിലിക് ആൽക്കഹോൾ എന്ന് വിളിക്കാം. അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കാം. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ മറ്റ് രണ്ട് കാർബൺ ആറ്റംസുമായിട്ട് ഡയറക്റ്റ്ലി ബോണ്ട് ഫോം ചെയ്യുന്നു. അതിനാൽ ഇതൊരു സെക്കൻഡറി ബെൻസിലിക് ആൽക്കഹോളാണ്. അടുത്ത ടൈപ്പ് നോക്കൂ.
OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള sp3 ഹൈബ്രിഡൈസ് കാർബൺ മറ്റ് 3 കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അതിനാൽ ഇതൊരു ടേർഷ്യറി ബെൻസിലിക് ആൽക്കഹോൾസ് ആണ്. നമുക്ക് പറയാം മോണോഹൈഡ്രിക് ആൽക്കഹോളിലുള്ള കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ അവയെ പ്രധാനമായിട്ടും 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്നും, അല്ലിലിക് ആൽക്കഹോൾസ് എന്നും, ബെൻസിലിക് ആൽക്കഹോൾസ് എന്നും. മോണോഹൈഡ്രിക് ആൽക്കഹോൾസിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്കാണ് കടക്കുന്നത്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് CsP2OH ബോണ്ട്. അതായത് ഇത്തരം മോണോഹൈഡ്രിക് ആൽക്കഹോളുകളിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കാണ്. എന്താണ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ? കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെയാണ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് വിളിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇത്തരം ആൽക്കഹോളിൽ OH ഗ്രൂപ്പ് ഈസ് അറ്റാച്ച് ടു എ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കൂ. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാർബൺ എന്താണ്? ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ആണ്. അതുകൊണ്ട് തന്നെ ഈ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇങ്ങനെയുള്ള മോണോഹൈഡ്രിക് ആൽക്കഹോളുകളെ വിനൈലിക് ആൽക്കഹോൾസ് എന്നും വിളിക്കുന്നു. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു വിനൈലിക് കാർബണിലേക്കാണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഈസ് എ പാർട്ട് ഓഫ് അരൈൽ കാർബൺ, അല്ലേ? അരൈൽ റിങ്ങിലെ ഒരു കാർബൺ ആറ്റത്തോടാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും ഒരു sp2OH ഗ്രൂപ്പുള്ള അല്ലെങ്കിൽ sp2OH ബോണ്ടുള്ള ഒരു മോണോഹൈഡ്രിക് ആൽക്കഹോളാണ്. ഏതാണ് ഈ കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിനെ ഫിനോൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഡബിൾ ബോണ്ടഡ് കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇവിടെ OH ഗ്രൂപ്പ് കൂടാതെ ഒരു CH3 ഗ്രൂപ്പ് കൂടെ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. അതിനാൽ ഈ കോമ്പൗണ്ടിനെ 2-മീഥൈൽ ഫിനോൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെല്ലാം തന്നെ നമുക്ക് കാണാം OH ഗ്രൂപ്പ് ഈസ് അറ്റാച്ച് ടു എ വിനൈലിക് കാർബൺ ഓർ ആൻ അരൈൽ കാർബൺ. ഇത്തരം ആൽക്കഹോളുകളെ വിനൈലിക് ആൽക്കഹോൾസ് എന്നും കോമൺ ആയിട്ട് പറയാറുണ്ട്.